ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ പുതിയ സാംസങ്ങിൻ്റെ S24 ആണ്. ഇന്നലെയാണ് ഞാനിത് എടുത്തത്. ഞാൻ കഴിഞ്ഞ തവണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മുമ്പ് ഉപയോഗിച്ചത് സാംസങ്ങിൻ്റെ S21 ആയിരുന്നു. ഞാനിത് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എനിക്ക് ഒരുപാട് ഓഫറിലാണ് കിട്ടിയത്. ഒരുപാട് ഓഫർ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഓഫർ, പിന്നെ അല്ലാതെ മൈജി സ്റ്റോർ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള പഴവങ്ങാടിയിലോട്ടുള്ള മൈജി, അവിടെ നിന്നും കുറച്ച് ഓഫേഴ്സ് കിട്ടിയായിരുന്നു. അങ്ങനെ എനിക്കിത് എഫക്റ്റീവ്ലി 44,000-നാണ് കിട്ടിയത്. എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്ക് അവർ അവിടെ നിന്ന് ഈ സ്ക്രീൻ ഗാർഡ് ഉണ്ടോ, ഇത് നല്ലൊരു സ്ക്രീൻ ഗാർഡാണ്. ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ്, കാരണം ഇതിനകത്ത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റൊക്കെ വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ചീപ്പ് സ്ക്രീൻ ഗാർഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ഒരു സാംസങ്ങിൻ്റെ ഡിവൈസസിന് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ സ്കാനറിന് വലിയ പ്രശ്നമില്ല, പക്ഷേ അൾട്രാസോണിക് സൗണ്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീൻ ഗാർഡ് തന്നെ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ക്രീൻ ഗാർഡ് ഓരോട്ട് ചെന്നിട്ടുണ്ട്. എനിക്കൊരു കേസ് ഫ്രീ ആയിട്ട് കിട്ടി, പക്ഷേ ഞാൻ കേസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അതുപോലെ ഒരു 4,000-ൻ്റെ ഒരു അമേസ്ഫിറ്റിൻ്റെ പോപ്പ് 3S എന്നാണ് തോന്നുന്നത്, ആ ഒരു വാച്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് എഫക്റ്റീവ് പ്രൈസ് ആയത്. അല്ലാതെ ഞാൻ പേ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48,000 പേ ചെയ്തു. അപ്പോൾ ആ വാച്ച് ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ വാച്ച് എനിക്ക് വേണമെങ്കിൽ OLXൽ ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 4,000 കൂടെ കുറഞ്ഞ് കിട്ടും. എന്തായിരുന്നാലും എഫക്റ്റീവ് പ്രൈസ് 44,000-നാണ് ഈ ഒരു ഫോണിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തതെന്നും പറയാം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ്. കാരണം എൻ്റെ S21 ഇനി ഒരു 1 ഇയറും കൂടെ എനിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഞാൻ ഫോൺ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇതെടുത്തതാണ്. എന്തായാലും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറയാം. എക്സിനോസിൻ്റെ ചിപ്പാണ് ഇതിൽ വരുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അതിന് നല്ല സ്മൂത്ത് പെർഫോമൻസ് ഉണ്ട്. S21-ൽ നിന്ന് ഡയറക്റ്റ്ലി ഞാനൊരു 3 ജനറേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു മോഡലിലോട്ടാണ് വരുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. പിന്നെ എന്തുകൊണ്ട് S24 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് എൻ്റെ കൈ കണ്ടല്ലോ, ഈ കയ്യിൽ ഈ ഒരു ഫോണാണ് നിൽക്കുന്നത്. ഇതിനേക്കാളും വലിയ ഫോൺ ഞാൻ ചാടി കയറി എടുത്തത് കൊണ്ടിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈസ് ഡിസ്പ്ലേയിൽ തന്നെയാണ് എനിക്കെല്ലാം കാണാൻ പറ്റുന്നത്, എനിക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെനിക്കൊരു പ്രശ്നമേ ഇല്ല. പിന്നെ ക്യാമറ ക്വാളിറ്റി ഞാൻ നല്ല ഇമ്പ്രസ്ഡ് ആണ്. S21-നേക്കാളും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇതിന്. പക്ഷേ S23-നേക്കാളും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതായിട്ട് തോന്നത്തില്ല, കാരണം സിമിലറാണ്. പിന്നെ വരുന്നുണ്ട് എഡ്ജ് ഡിറ്റക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും, പിന്നെ ഈ പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡിലാണെങ്കിലും, അത് ഈ One UI 6.1 അപ്ഡേറ്റ് ചിലപ്പം S23-ലും ആ സ്മൂത്ത്നെസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 2 അത്ര മോശമല്ല. അതിനേക്കാളും പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റാണ് കേട്ടോ ഈ എക്സിനോസിൻ്റെ 2400. അത് ഫസ്റ്റ് നമുക്ക് തോന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസിനോടുള്ള നമുക്കൊരു പേടി ഇപ്പം ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ആ പേടി കാരണമാണ് ആ സംഭവം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ പറയേണ്ട കാര്യം, നമ്മളെല്ലാവരും ഓരോ പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് അതിന് നമ്മുടെ ബാക്കപ്പൊക്കെ റീസ്റ്റോർ ചെയ്യുകയും ആപ്പ് അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ എന്തുമാത്രം ചൂടാകുമെന്ന് അറിയാമല്ലോ. നമ്മുടെ ഐഫോണിന് വരെ 15 Pro ആ സീരീസിനൊക്കെ ആ അപ്ഡേറ്റ് സമയത്ത് എല്ലാവരെയും ഫോൺ നല്ല ചൂടായെന്ന് പറയുന്നുണ്ട്. ഇതിൽ ആ പ്രോസസ്സിങ് ആ സമയത്തൊന്നും എനിക്ക് ഒട്ടും ചൂടറിഞ്ഞിട്ടില്ല. വളരെ ചെറുതായിട്ട് ഒരു നോർമലി ഒരു ഡിവൈസ് റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയൊരു ചൂട്, അത്രേ എനിക്കിതിൽ തോന്നിയുള്ളൂ. പിന്നെ ഞാനിത് കുറേ ക്യാമറ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തു. 8K വീഡിയോ റെക്കോർഡ് ചെയ്തു, 4K വീഡിയോ റെക്കോർഡ് ചെയ്തു. 4K ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വാമായി വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയും അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു 3 hours ഒക്കെ കൊണ്ട് ഏകദേശം 30% ഒക്കെ ആയിട്ടുണ്ട്. ക്യാമറ ഇത് ഞാൻ പ്രോ മോഡിൽ എടുത്തതാണ്. പ്രോ മോഡിൽ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പ്രോ മോഡ് ഇട്ട് എടുത്തതാണ്. അല്ലാതെ എടുത്തതും വരുന്നുണ്ട്. ഇതിൽ 50 MP ഫയൽ സൈസും വരുന്നുണ്ട്, 12 MP നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് സ്വിച്ച് ആവും. പിന്നെ 12-ൽ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ നോക്കേണ്ട ഒരു സാധനം ഇൻ്റലിജൻറ്റ് ഒപ്റ്റിമൈസേഷൻ. ഈ ഒരു സെറ്റിങ്സാണ് ഗാലറിക്കകത്ത് സേവ് ചെയ്തിട്ട് അകത്ത് പ്രോസസ്സിങ് നടക്കുന്നൊരു സാധനം. ഇത് മാക്സിമത്തിലാണ്. ഞാനും യൂഷ്വലി എല്ലാവരും പോലും മാക്സിമത്തിൽ തന്നെയാണ് ഇടുന്നത്. ഇപ്പോൾ മാക്സിമത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ 12 MP എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മാക്സിമം 2 സെക്കൻഡ്, 2 സെക്കൻഡ് എടുക്കുന്നില്ല, 1 സെക്കൻഡ് ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ആ സാധനം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഷട്ടർ ലാഗ് വലുതായിട്ടൊന്നുമില്ല, നമുക്കിതേ അപ്പം തന്നെ കിട്ടി. ഒരൊറ്റ സെക്കൻഡത്തിൽ വ്യത്യാസം. ആ സമയത്ത് ഇത് HDR-ഉം കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ മാക്സിമം എന്നുള്ളത് മാറ്റിയിട്ടാൽ സ്പീഡാവും, പക്ഷേ ഫോട്ടോ അത്ര കൊള്ളത്തില്ലായിരിക്കും. ഇത് 50 MP ഇതിൻ്റെ ലാഗ് കാണിച്ചു തരാം. ഇതൊരു ചെറിയ ലാഗുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ലാഗുണ്ട്. ഇവിടെ പ്രോസസ്സിങ് കുറേ ടൈം എടുക്കുന്നുണ്ട്, ഒരു 5 സെക്കൻഡെങ്കിലും എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഈ ഡീറ്റെയിൽ കിട്ടുന്നുള്ളൂ. അത് കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ
ഐഫോണിന് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഓക്കെ, ശരി, സമ്മതിച്ചു. പക്ഷേ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോ, അതിൻ്റെ എൻഡ് റിസൾട്ട് ഫോട്ടോ പക്കാ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അഥവാ ആൾക്കാർക്ക് നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ, പ്രൊഫഷണൽസിനായിരിക്കും നാച്ചുറൽ ലൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പ്രോ മോഡുണ്ട്. അവർക്ക് പ്രോ മോഡിൽ ഈ സുഖമായിട്ട് കൺട്രോൾ ചെയ്യാം. സോ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ലിമിറ്റേഷൻസ് അനുഭവിച്ച് വേണം നമ്മൾ ഐഫോൺ യൂസ് ചെയ്യാൻ. എന്തിനാണ് വെറുതെ ഡേ ടു ഡേ ലൈഫിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടേണ്ടത്. ഇതേപോലെയുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ച് സ്ലാഗ് വന്നിരുന്നാലും നമുക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ്, എനിക്ക് വർക്ക് എടുക്കാൻ ക്യാമറ ഉണ്ട് ഒക്കെയാണ്. ഇതിൻ്റെ ഫോട്ടോ ഒരു 5 സെക്കൻഡ് ഡിലേ വന്നാലോ അല്ലെങ്കിൽ ഗാലറിക്കകത്ത് ഓപ്പൺ ആക്കാൻ നേരത്തൊരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടതും എനിക്ക് സമയത്തിന് കുഴപ്പമൊന്നും ഇല്ലാത്തൊരാളായതുകൊണ്ട് അതെനിക്കൊരു പ്രശ്നമേ അല്ല. കാരണം ബാക്കി എല്ലാ കാര്യവും ഈ ഫോണ് കിട്ടിലുമാണ്, അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൻ്റെ AI ഫീച്ചറിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ജനറേറ്റീവ് AI എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സബ്ജക്റ്റിന് നമ്മൾ ടച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി സെലക്ട് ആവാത്ത പോർഷൻ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ അത് കൃത്യമായിട്ട് അതിനെ സെലക്ട് ആക്കുന്നുണ്ട്. റഫായിട്ട് വരച്ചാലും മതി, അത് സെലക്ട് ആകും. ഡീസെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ ഡീസെലക്റ്റായി. ഇത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് വേണ്ടുന്ന ഒരു ഭാഗം. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തു, ഇതിന് ജസ്റ്റ് റിമൂവ് കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. ഇത് നെറ്റിലാണ് ആക്ച്വലി കയറി പോകുന്നത്. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ജനറേഷൻ നടക്കത്തുള്ളൂ. അത് കമ്പ്യൂട്ടറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഫോട്ടോഷോപ്പിനകത്ത് വരുന്ന AI ഫീച്ചറും ജനറേറ്റീവ് ആകുന്നത് ഓൺലൈനിലാണ് മാറിയിട്ടുണ്ട്. നമുക്കിത് ആക്ച്വലി നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു റിവ്യൂവിലും കേൾക്കാത്തൊരു കാര്യം പറഞ്ഞുതരാം. കേൾക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജനറേറ്റീവ് സാധനം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു ഫയൽ ഏതെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ ഈ ജനറേറ്റീവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. തൽക്കാലത്തേക്ക് ഒരു എക്സാമ്പിൾ, അതെ, ഇത് തന്നെ ഞാൻ നോക്കാം. ഇത് ക്യാമറയിൽ എടുത്തതാണ്. ഇതിൻ്റെ ഫയൽ നോക്കിക്കോളൂ. സോറി, ഇത് ഞാൻ റീജനറേറ്റ് ചെയ്ത് കളഞ്ഞു. സോറി ഗൈസ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു ഇമേജ് ചൂസ് ചെയ്യുകയാണ്. ഇതെൻ്റെ ഒരു വർക്കിൻ്റെ ഒരു വീഡിയോ ഫോട്ടോയാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ഒരു അതേ ഡീറ്റെയിൽ നോക്കിക്കോളൂ. ഇത് 27 മെഗാ പിക്സൽ എന്ന് കാണിച്ചിരുന്നു. 21 MB വരുന്നുണ്ട്. ഇത് പ്രിൻ്റബിൾ ക്വാളിറ്റിയിൽ കിടക്കുന്നൊരു ഫയലാണ്. അപ്പോൾ ഈ ഫയലിനെ ഞാൻ ഇതിൻ്റെ AI വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം മാച്ച് കളയാൻ നോക്കിയാണേ. ഇപ്പം ഫ്രണ്ടിലിരിക്കുന്ന ഈ ഒരു തട്ടത്തിൻ്റെ പോർഷൻ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് അതിനങ്ങ് റിമൂവ് കൊടുക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് വേറെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ മിക്ക വീഡിയോസും കണ്ടു നോക്കി S24 AI-ൻ്റെ. പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് ആക്ച്വലി പ്രൊഫഷണലി യൂസ് ചെയ്യാൻ പറ്റിയ സാധനമല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് ഫോട്ടോഷോപ്പ് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു ടൈം എടുക്കും. ഓക്കെ, അതവിടെ നിന്ന് മാഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഡണ്ണ് കൊടുത്തിട്ട് സേവ് ആസ് കോപ്പി അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് സേവ് ആസ് കോപ്പി ആയിട്ടുണ്ട്. അത് ആക്ച്വലി വേറെ ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും പോയി കിടക്കുന്നത്. ഇവിടെ എൻ്റെ ഇത് വന്നിട്ടുണ്ട്, പോയ ഫയൽ. നോക്കിക്കോളൂ. ഇത് നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന ഡീഫോൾട്ടായിട്ട് വരുന്ന 12 മെഗാ പിക്സൽ സൈസായിട്ട് കുറയുന്നതാണ്. 3.2 MB. ഇത് പ്രിൻറ്റിങ് ക്വാളിറ്റിയിൽ നിന്ന് വളരെ കുറഞ്ഞാണ് വരുന്നത്. വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്തുകൂടെയും ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യാം, വളരെ ചെറിയ സൈസിൽ. അപ്പം ഇതിൻ്റെ AI ഫീച്ചർ നമുക്ക് പ്രൊഫഷണൽ വർക്കിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു കാഷ്വലായിട്ട് ഫോണിൽ നമുക്ക് എടുക്കുന്ന ഫയൽസ് ഫോണിലിട്ട് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള യൂസിന് യൂസ് ചെയ്യാം. അപ്പം അതാണ് ഗൈസ്. ഓവറോൾ ഞാനിതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ബാറ്ററി ബാക്കപ്പ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പുതിയ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് സ്റ്റാൻഡ് ബൈ ടൈം ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഒരു 72 ഇട്ടിരുന്നു. രാവിലെ എണീറ്റപ്പോൾ അതൊരു ഏകദേശം 67 ആയി. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം ഒരു 5% ഒക്കെ ട്രെയിൻ, അത്രയും ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ, ചെറിയൊരു ട്രെയിനേ ഉള്ളൂ. പിന്നെ ബിൽറ്റ് ക്വാളിറ്റി സൂപ്പറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സിനോസിൻ്റെ ചിപ്പാണെന്ന് പറഞ്ഞ് എടുക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല, ധൈര്യമായിട്ട് എടുക്കാം. സാധനം പൊളിയാണ്.
പിന്നെ നിങ്ങൾ ഒരാൾ ഐഫോണിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് കമ്പയർ ചെയ്ത് ഐഫോൺ ഇരിക്കുന്നതിനേക്കാളും അയാൾ മറ്റേ ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്ത് സ്പീഡിലെടുത്ത് 10 എണ്ണം എടുക്കണതിന് മുമ്പ് ഞാൻ 500 എണ്ണം എടുക്കണം എന്ന് വിചാരിച്ച് മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഫുള്ള് മത്സരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. എക്സിനോസ് ആണെന്ന് പറഞ്ഞ് പേടിക്കണ്ട, കാരണം സംഗതി സൂപ്പറാണ്. ഓക്കെ ഗൈസ്, ബൈ.